It's also cheap. My mom saying my father is coming here to sleep with me and my daughter. How can I put it out? സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളെ, പ്രത്യേകിച്ച് യൂട്യൂബിലെ താരറാണിമാരെ വാനോളം പുകഴ്ത്താൻ എനിക്കും ഒരവസരം ലഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ താരറാണിമാർ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ എല്ലാവരെയും. സിന്ധു കൃഷ്ണ, അഹാന കൃഷ്ണ, ഓസി ടോക്കീസ്, ദിയ, പിന്നെ ഇഷാനി, ഹൻസിക, എല്ലാവരെയും അറിയാലോ. ആരെ അറിയാത്തൊന്നും ഇല്ലല്ലോ. കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്തെങ്കിലുമൊക്കെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുമ്പാന്ന് തോന്നുന്നു ഇവരുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വലിയൊരു കോൺട്രവേഴ്സി എല്ലാവരും അറിഞ്ഞതാണല്ലോ. ആ അമ്മുമ്മ, തൻവി, ഇവരുടെ ബന്ധു, കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അമ്മുമ്മ ചില്ലറക്കാരിയൊന്നും അല്ല കേട്ടോ, ചില്ലറക്കാരിയൊന്നും അല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ മുഴുവനായി കണ്ടിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ചില ആൾക്കാർ പകുതി പറയുമ്പോഴേ അല്ലെങ്കിൽ പകുതി കേൾക്കുമ്പോഴേ തന്തക്കം വിളിച്ചിട്ട് ഇറങ്ങിപ്പോവും. എന്താടേ അങ്ങനെ മൊത്തത്തിൽ കേൾക്കണേ, എന്നാലല്ലേ കാര്യം മനസ്സിലാവൂ. ഇത് എല്ലാ കാര്യത്തിനും ഒരു 2 സൈഡ് കാണുമല്ലോ. ഇത് ഒരു സൈഡ് കേൾക്കുമ്പോഴേ തെറിയും പറഞ്ഞ് ഇറങ്ങി ഓടുക. അത് എന്ത് പരിപാടിയാ അത്? നമ്മുടെ സ്വന്തം കാര്യത്തിൽ വരുമ്പോഴേ ഇതൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. പോട്ടെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ഈ റെഡക്സിലൊക്കെ ഈ നമ്മുടെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ വീഡിയോ ഞാനെടുത്ത് ഇവിടെ കാണിക്കാനായിട്ട് വീഡിയോ എൻ്റെ കയ്യിലില്ല. നമ്മുടെ സീക്രട്ട് ഏട്ടായി ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനകത്ത് 1-2 ചാറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു വിഷയത്തിൽ 1-2-3 വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സാധനം വരുമ്പോഴത്തേക്ക് സംസാരിച്ചല്ലേ പറ്റൂ. കൂടാതെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി സിന്ധു ചേച്ചിയുടെ ഒരു വീഡിയോ കാണാനിടയായി. എന്തിനാ സിന്ധു ചേച്ചി, കഴിഞ്ഞ കാര്യമല്ലേ, കഴിഞ്ഞു 1-2 ആഴ്ചയായി. പിന്നെ ഇപ്പോൾ 1-2 ആഴ്ചക്കൊക്കെ ശേഷം ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വന്ന് കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ഒന്ന് സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. പിന്നെ ചേച്ചിയുടെ ഭാഗം ക്ലിയർ ചെയ്തു. ചേച്ചിയായിട്ട് എങ്ങും അന്നേ ക്ലിയർ ചെയ്യായിരുന്നു, പക്ഷെ ചേച്ചിയായിട്ട് ക്ലിയർ ചെയ്യാൻ ഇറങ്ങിയില്ല. ചേച്ചിയുടെ മൂത്ത മകൾ ദൃഷ്ടധിങ്കിന് അങ്ങോട്ട് ആടി ഉലഞ്ഞു വന്ന് കഥകളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയി. ആ പേര് കൊള്ളാം അല്ലേ, ചുമ്മാ അടിച്ചതാട്ടെ, ഇനി ആ പേരും പിടിച്ചോണ്ട് ആരും വരല്ലേ. അപ്പോൾ എന്താണെങ്കിലും കാര്യത്തിലേക്ക് കിടക്കാം. ചേച്ചിയും അല്ലെങ്കിൽ അഹാന തന്നെ അന്ന് 2 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ പേഴ്സണലി ആൾക്കാരെങ്കിലും കാണുകയാണെങ്കിൽ വന്ന് ചോദിക്കാം, ഞങ്ങളുടെ അപ്പൂപ്പൻ അനുഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മൂമ്മയുടെ തനിക്കുണം എന്താണെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം കുറേ ആളുകൾ ഇവർക്ക് മെസ്സേജ് ഇട്ടപ്പോൾ എന്തിന് ഇവർക്ക് മെസ്സേജ് ഇട്ട കഥ തന്നെ. എനിക്ക് 1-2 പേര് മെസ്സേജ് ഇട്ടു, ഇവരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകൾ എന്നോട് പറഞ്ഞു അങ്ങനെ അല്ല മോനെ എന്നൊക്കെ വളരെ മാന്യമായിട്ട് പറഞ്ഞ ആളുകളുണ്ട് കേട്ടോ. അങ്ങനല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾക്കറിയാവുന്ന സിന്ധു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ആളാണ്, ആ അച്ഛനെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ ഇവരുടെ തന്നെ നെയ്ബേഴ്സ് ആണെന്ന് തോന്നുന്നു മെസ്സേജൊക്കെ ഇട്ടവരുണ്ട്. അവർ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദി. ഞാൻ അന്ന് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഇതുപോലെ ആരൊക്കെയോ ഇവർക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ആളുകൾക്ക് ഇവരൊരു വീഡിയോ അയക്കുന്നു, കുറച്ച് മെസ്സേജസ് അയക്കുന്നു. നമുക്ക് അവിടുന്ന് തുടങ്ങാം, എന്നിട്ട് സിന്ധു കൃഷ്ണ പറയുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഇവിടെ ഒരു ചാറ്റ് കാണിക്കാം. ഒരു വീഡിയോ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അടിയിൽ സിന്ധു തന്നെ അയച്ചു കൊടുത്തിട്ട്, സിന്ധു കൃഷ്ണ തന്നെ അയച്ചു കൊടുത്തിട്ട് എഴുതിയിരിക്കുന്നതാണ്, മൈ ഡാഡ് ബീങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹിസ് സർജറി. ദിസ് കണ്ടിന്യൂഡ് ഓൾവേസ്. ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മം ഡെയിലി ടു പ്രൊട്ടക്ട് ഹിം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ അവിടെ ഉണ്ട്. ആ അപ്പൂപ്പനും അമ്മുമ്മയാണ്. അപ്പം അമ്മുമ്മ എന്തോ ബക്കറ്റം കണ്ടെന്നു കൈ ഇരിക്കുന്നത്, അത് വെച്ചിട്ട് ഇയാളെ തല്ലുന്ന സാധനമൊക്കെയാണ് കേട്ടോ. അവിടുത്തെ CCTV ക്യാമറയിലൊക്കെ കിട്ടിയിരിക്കുന്നതാണ്. അപ്പം അമ്മുമ്മ അത്യാവശ്യം വില്ലത്തിയാണ്. പിന്നെ അമ്മൂമ്മയ്ക്ക് ഒരു അസുഖമുണ്ട്, അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം, OCD. OCD ആണെന്ന് തോന്നുന്നു, OCD സംതിങ് ഇസ് ദാറ്റ്. പക്ഷേ OCD ഉള്ള ഒരാൾ പറയേണ്ട കാര്യങ്ങളൊന്നും അല്ല അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നത്. വേറെ പല കാര്യങ്ങൾ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്, അതിലേക്ക് പോകാം. ചാറ്റിൽ തന്നെയാണ്, സിന്ധു കൃഷ്ണ തന്നെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ്. സിന്ധു കൃഷ്ണ, ബട്ട് ഡോണ്ട് ഡൂ ദിസ്. ഇതും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കഥ പറയുന്നതായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. പിടികിട്ടിയോ? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളിത് പല ആളുകളോട് പറയുമ്പോൾ ഇതേപോലെ അത് സംസാരമായി മാറും, ചർച്ചാ വിഷയമായി മാറും. ഇത് ഒതുക്കി തീർത്തതാണെങ്കിൽ, കുടുംബം ഇടപെട്ട് ഒതുക്കി തീർത്തതാണെങ്കിൽ അത് അങ്ങനെ അത് മതിയായിരുന്നു. പേഴ്സണലി ആൾക്കാർ ചോദിക്കുമ്പോൾ ഈ മെസ്സേജൊക്കെ അയക്കുന്നത്
നിങ്ങളുടെ ഇഷ്ടമാണ് അറ്റ്ലാസ്. കാരണം അമ്മൂമ്മ ചെറിയ സാധനമൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിന്ധു കൃഷ്ണ അത്. ഇറ്റ്സ് ഓൾസോ ചീപ്പ്. മൈ മോം സെയിങ് മൈ ഫാദർ ഈസ് കമ്മിങ് ഹിയർ ടു സ്ലീപ് വിത്ത് മീ ആൻഡ് മൈ ഡോട്ടർ. ഹൗ ക്യാൻ ഐ പുട്ട് ഇറ്റ് ഔട്ട്? കേട്ടല്ലോ. അതായത് ആ അപ്പൂപ്പൻ സിന്ധുകൃഷ്ണയുടെയൊക്കെ വീട്ടിൽ വരുന്നത് സിന്ധുകൃഷ്ണയായിട്ടും അതുപോലെ തന്നെ ഡോട്ടർ, എനിക്ക് തോന്നുന്നു അഹാനെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം അതാണ് അഹാനയ്ക്ക് അത്ര ദേഷ്യം അവരോട്. അപ്പം സ്വന്തം മകളുടെ കൂടെ കിടക്കാൻ അച്ഛൻ പോകുന്നു, മകളുടെയും കൊച്ചുമകളുടെയും കൂടെ കിടക്കാൻ പോകുന്നു എന്നാണ് അമ്മൂമ്മ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, അവർക്ക് അസുഖമാണ്, പ്രായം, ഇതൊക്കെ നമ്മൾ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ വായിൽ നിന്ന് വീഴുന്നത് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അടിച്ച് ചെവിക്കല്ല് പൊളിക്കാൻ തോന്നും, തന്തയ്ക്ക് ചിലപ്പോൾ വിളിച്ചു പോകും. പിടികിട്ടിയോ? ഈ ഒരു സാധനം കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. അല്ലാതെ മറ്റേ ഇരട്ടത്തപ്പാണെന്നോ അവിടെ ഇവിടെ ചവിട്ടിയെന്നോ, ഇതൊക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് അമ്മൂമ്മ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ പ്രായം മാനിക്കുന്നു, അതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു ഇച്ചിരി മാന്യത ഞാൻ കീപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതല്ല പറയുന്നത്. അവരുടെ പ്രായം, അവർക്ക് ആ അസുഖം, പക്ഷെ ആ അസുഖമുള്ളവർ ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയുന്നതിനെ അങ്ങോട്ട് ന്യായീകരിക്കാൻ പറ്റില്ല. അതുപോലത്തെ സാധനങ്ങളാണ് ആ ഗ്രാൻഡ്മ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ സ്വന്തം മോളും കൊച്ചുമകളുമായിട്ട് അവരുടെ പരിപാടിക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും ചിലപ്പോൾ മിണ്ടാതിരിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ നമ്മളത് പഠിക്കത്തുള്ളൂ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുമോ? ചിലപ്പോൾ മിണ്ടാതിരിക്കും. പോട്ടെ, പ്രായമുള്ള ഒരാളല്ലേ എന്ന് വിചാരിച്ച് കുറേ ആളുകൾ, ചിലപ്പോൾ ഒരു 60% ആളുകളും വെറുതെ വിടുമായിരിക്കും. എന്ന് വെച്ചിട്ട് ബാക്കി 40% ആളുകൾ തന്തയ്ക്ക് വിളിക്കുന്നത് കുറ്റമാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലേ? പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അതൊരു ഫീലിംഗാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഫീലിങ്സ്. ഇങ്ങനെ ഒരു സാധനം പെട്ടെന്ന് എന്നോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് ചെവിക്കല്ലേ ഞാൻ പൊളിക്കും. അത് വേറെ കാര്യം. പിടികിട്ടിയോ? അതുപോലെ തന്നെ ചില ആളുകൾ, ഇപ്പം നിങ്ങളിലും ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ കൺട്രോൾ ചെയ്ത് നിൽക്കണം. സ്വന്തം അമ്മുമ്മയല്ലേ അല്ലെങ്കിൽ അമ്മയല്ലേ? സിന്ധുകൃഷ്ണ ഒന്നും പറഞ്ഞിട്ടില്ല, അഹാനെയാണ് കയറി പൊളിച്ചത്, എന്തൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പം അതിൻ്റെ കാര്യം അതാ. സ്വന്തം അമ്മുമ്മയല്ലേ, മിണ്ടാതിരുന്നേക്കാം, പ്രായമുള്ളതല്ലേ, അസുഖമുള്ളതല്ലേ. ആ മൊമെന്റിൽ ചിലപ്പോൾ അവൻ നോക്കത്തില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ സാധനമൊക്കെ വായിന്ന് വീഴുന്ന സമയത്ത് അതും എന്തോ ഒരു വോയിസ് ഒക്കെ അയച്ചു കൊടുത്തെന്നല്ലേ നേരത്തെ അവർ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പം കയ്യിൽ നിന്ന് പോകും. ഐ ഹാവ് വീഡിയോസ് ഓഫ് മൈ മം ഹിറ്റിംഗ് മൈ ഫാദർ. അച്ഛനെ അമ്മ തല്ലുന്ന വീഡിയോ സിന്ധുവിൻ്റെ ഉണ്ടെന്നാണ് സിന്ധുകൃഷ്ണ പറയുന്നത്. ഹി വാസ് ഹരാസ്ഡ്. ഐ സ്റ്റുഡ് അപ്പ് ഫോർ ഹിം. ഹി വാസ് നോട്ട് അലൗഡ് ടു എൻ്റർ ദ ബെഡ്റൂംസ്. ഹി ഹാഡ് ടു സ്ലീപ്പ് ഇൻ ദ ഹാൾ. ആസ് ഷീ ഫ്ലൂഡ് ഹിം ഡേർട്ടി ആഫ്റ്റർ ഹി ഫെൽറ്റ് സിക്ക്. ബാക്കി എല്ലാം പോട്ടെ, ഞാൻ എല്ലാം തെമ്മാടിത്തരമാണ്. പക്ഷേ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതെനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല കേട്ടോ. സീരിയസ്ലി എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല. അത് വേറൊന്നുമല്ല, ആ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹാനെ പറയാൻ പറ്റില്ല. സീരിയസ്ലി പറയാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയെ എടുത്ത് തലേ വെക്കാനോ അവരോട് പിന്നെ ചിരിച്ച് തമാശിച്ച് കഥ പറഞ്ഞ് അവർക്ക് വയ്യ, പ്രായമായി, അതുകൊണ്ട് പോട്ടെ എന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അവരുടെ അവസ്ഥയിൽ നിന്നൊന്നും ചിന്തിച്ചു നോക്കി. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പം ഇതിനെ ന്യായീകരിക്കാൻ കുറേ ആളുകൾ വരും. പ്രായമുള്ളതല്ലേ, എനിക്കത് പറ്റുന്നില്ല കേട്ടോ, ഡൈജസ്റ്റ് ആവുന്നില്ല നിങ്ങളാ പറയുന്നത്. ആരെങ്കിലുമൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ തെറി പറഞ്ഞു പോകും. അതേ അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ഈ ഒരു സാധനം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇനിയിപ്പോൾ ഇറങ്ങുമായിരിക്കും മിക്കവാറും അപ്പുറത്തൊന്ന് തൻവി. ചിലപ്പോൾ തൻവിക്ക് ഈ കാര്യമൊന്നും ഒരു പരിധി വിട്ട് അവർക്ക് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ അമ്മുമ്മയെടുത്ത് തല വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ വർത്താനമൊക്കെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പിന്നെ തൻവിയെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് തൻവിക്ക് അറിയാം അവരൊരു എന്തോ കെയർ ഹോമിൽ എന്തോ നിൽക്കുന്ന ഒരാളായിരുന്നു പുറത്ത്, പിന്നെ ഇവരെ വളർത്തിയത് അവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൂറ് സ്നേഹം ഒക്കെ കാണും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും അവരുടെ കൂടെ നിൽക്കുന്നത്. വോട്ടവർ നമ്മൾ അങ്ങോട്ടേക്ക് അവരുടെ പേഴ്സണൽ കാര്യത്തിലേക്ക് ഒരുപാട് അങ്ങോട്ട് കയറി പോകുന്നില്ല. എന്താണെങ്കിലും ഇന്നലെ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള സിന്ധുകൃഷ്ണ ചേച്ചി ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കിനി അത് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. things like that shouldn't have happened at the first place. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ
ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. ബട്ട് ദെൻ അത് ഐ വിൽ നോട്ട് ഡു ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ഡു ഇറ്റ് എവർ. ഐ ഡോണ്ട് തിങ്ക് ഐ എവർ ഡു ഇറ്റ്. ബട്ട് ദെൻ പേഴ്സണലി നമ്മളറിയാന്നുള്ള ഒരു എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എൻ്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്. ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ ക്യാഷ് സോ നോർമലി നമ്മൾ നോർമൽ ടോക്സിൽ വെൻ വി ഹാവ് സം ബാക്കി കേൾക്കാം. സിന്ധു കൃഷ്ണ, നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് നിങ്ങളത് പുറത്ത് കാണിക്കുന്നില്ല, നല്ല കാര്യം. പക്ഷേ ഇത് പറഞ്ഞ് കാണിക്കേണ്ട ഒരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങളെ പേഴ്സണലി അറിയാവുന്നവർ അറിഞ്ഞോട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി ഒരാൾ നിങ്ങളുടെ അടുത്ത് എവിടെയോ ഉള്ള ആളാണ്, നിങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചതോ നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ തന്നെ താമസിക്കുന്ന ഒരാൾ എന്നോട് പേഴ്സണലി പറഞ്ഞു, മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റയിൽ. ഞങ്ങൾക്കറിയാവുന്ന ആളുകൾ അങ്ങനല്ല, ആ ഫാമിലിയെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ് സിന്ധു കൃഷ്ണ, അച്ഛനെ അമ്മയൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു. പിടികിട്ടിയോ? ഞാനത് ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട്. അന്ന് നിങ്ങൾക്കെതിരെ ഈ ഒരു വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നെ അവർ കോൺടാക്ട് ചെയ്ത് പറഞ്ഞത്. എന്നോട് ഈ കാര്യം പറഞ്ഞു, ഞാനത് കേട്ടു. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അതെടുത്ത് പറയുന്നുണ്ട്, അല്ലാതെ ഞാൻ അവർ പറഞ്ഞത് ഇല്ല എന്നൊന്നും പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്നില്ല. ഇഫ് ദേ ആർ വാച്ചിങ്, ഐ വാല്യൂ യുവർ പെർസ്പെക്റ്റീവ്, ഐ വാല്യൂ യുവർ ലൈക്ക് വേർഡ്സ്. അത് പ്രോപ്പറായിട്ട് ആ വരേണ്ട സമയത്ത് ഞാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അല്ലാതെ ചുമ്മാ ഞാൻ എടുത്തു വെച്ച് താങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഇവർ ഈ പറയുന്നതിനകത്ത് പിന്നെ ഈ ടോപ്പിക്കേ വിടുക. പിടികിട്ടിയോ? ഇനിയും ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ തന്മയുടെ ഭാഗത്തു നിന്നോ വേറെ എവിടെന്നെങ്കിലുമൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാനേ പോകാതിരിക്കുക, മൈൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ അവർ പറയുന്നത് അവരുടെ ഫോണിൽ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ആ വോയിസ്, ആ ഒരു വീഡിയോ ക്ലിപ്പിനെ പറ്റിയൊക്കെ ആളുകൾ പറയുന്നത് കേട്ടു. അതിനകത്ത് അവരെ ഉപദ്രവിക്കുന്നുണ്ട് ആ വ്യക്തിയെ. കൂടാതെ സിന്ധു പറഞ്ഞ ആ വാക്കുകൾ, സ്വന്തം അച്ഛൻ ആ ഒരു മകളെയും കൊച്ചുമകളെയും അവിടെ വരുന്നത് അതിനാണ്. ആ രീതിയിൽ അതെന്തായാലും സിന്ധു കൃഷ്ണ ക്രിയേറ്റ് ചെയ്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആരുടെയെങ്കിലും വായിൽ നിന്ന് അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളൊരു കാര്യം ഒരു മകള് പറയുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ അത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബാക്കി കേൾക്കാം. certain issues or when we are really going through some kind of a mess and all, we discuss with our friends or with all that. So എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാവുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു whatever is the big talk of the town ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth, and that's what matters to us, you know. നമ്മളെ അറിയാവുന്നവർ they should be knowing the truth, and when the truth is very transparent in front of so many people who care for us and who we personally we are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാവുന്നിടത്തോളം then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think, because end of the day പബ്ലിക് എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ലല്ലേ. ഇങ്ങനെയുള്ള ചില കാര്യത്തിലാണ് എനിക്ക് നിങ്ങളോട് വിയോജിപ്പുള്ളത്, വേറൊന്നും കൊണ്ടല്ല. പബ്ലിക് എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന സിന്ധു കൃഷ്ണ പിന്നെ എന്തിനാണ് നിങ്ങളുടെ മകൾ OCയുടെ ഒരു വിഷയം വന്നപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയത്? അയാൾ ചെയ്ത വീഡിയോകൾ എന്തിന് ഇല്ലാതെയാക്കിച്ചു? എന്തുകൊണ്ട്? പേടിച്ചിട്ടോ? അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അന്ന് ആ പരിപാടി ചെയ്യിപ്പിച്ചത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യങ്ങൾ ആയതുകൊണ്ടാണ് അത് ഇല്ലാതാക്കിച്ചത് അല്ലേ? ഇല്ലെങ്കിൽ പബ്ലിക് അന്നും എന്ത് വിചാരിച്ചാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് എന്താ അതിരുന്നു അത്ര ടെൻഷൻ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, കുറച്ചായി ഇവരുടെ രണ്ടാമത്തെ പുത്രി OC ദിയയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ വീട്ടിൽ പോലീസ് എത്തി, ആ വീഡിയോ കളയിപ്പിച്ചു. എന്തിന്? അന്ന് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ കഥകളൊന്നും വന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റംബൂട്ടാനും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങളാണ് നിങ്ങൾ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാണിച്ച് മുന്നോട്ട് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയേണ്ട കാര്യമേ ഇല്ല. ഇത് വീണ്ടും പറഞ്ഞ് വീണ്ടും what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ what I've done for my parents അതിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ്
ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ പോകുന്നതോ ഒക്കെ ആയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. ഡാഡി വീട്ടിൽ വന്നിരിക്കുമ്പോൾ അവസാനത്തെ ഫ്യൂ ഡേയ്സ് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിഷ്വൽസ് ഞാൻ എപ്പോഴും എടുത്തിരുന്നത്. ബിക്കോസ് ഐ ഓൾവേസ് ഫിയർഡ് സംതിങ് മൈറ്റ് ഹാപ്പൻ ടു ഹിം. ബിക്കോസ് ആ സ്ട്രോക്കും ആ സർജറിയും ഒക്കെ കഴിഞ്ഞിരുന്നത് കൊണ്ട്, ദോ ഹി വാസ് നോട്ട് അത്ര വലിയ സിക്കൊന്നും അല്ലായിരുന്നത് എങ്കിലും ഈ കഴിക്കുന്ന മെഡിസിൻസും പുള്ളിയുടെ പല അസുഖങ്ങളുടെ മെഡിസിൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര ശത്രുക്കളായിരുന്നു. സർട്ടൻ മെഡിസിൻസ് ഇപ്പം പുള്ളിയുടെ ന്യൂറോ ഇഷ്യൂസിന് കഴിച്ചതും കാർഡിയോ ഇഷ്യൂസിന് കഴിക്കുന്നതും പിന്നെ പുള്ളി ഡയബറ്റിക്കിന് പല മെഡിസിൻസും ഈ ഒന്ന് മറ്റതിന് അത്ര അങ്ങോട്ടൊരു ഫേവറബിൾ അല്ലായിരുന്നു. അപ്പം ഈ പുള്ളിയുടെ ഇതിന് എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് അറസ്റ്റ് പോലെയൊക്കെ എന്തെങ്കിലും വരാനുള്ളൊരു സാധ്യത വാസ് ഓൾവേസ് ദെയർ സംവെയർ. പക്ഷെ നമ്മളെപ്പോഴും ഇവ ഹോപ്പിംഗ് നത്തിങ് വിൽ ഹാപ്പൻ. ബിക്കോസ് ഞാൻ എന്ത് പ്രശ്നം തുടങ്ങിയാലും പുള്ളി മരിക്കുന്നതിൻ്റെ തലേദിവസം പോലും ഐ റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ ദ ഈവനിങ് ആൻഡ് that was the last video of my father what I had when he was alive. അതിലും എല്ലാം ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ലായിരുന്നു. So I was hoping he will go on and on and on for so many more years. That's what I was hoping. And നമുക്ക് പറ്റുന്ന പോലെ I was trying really hard to എല്ലാം ഒന്ന് നന്നായിട്ട് വയ്ക്കാൻ. I tried really hard. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതിനേക്കാൾ like my every day was actually for them, you know. എൻ്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത് was for my parents. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഈ വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020 ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത്. ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആൾ കേട്ടോ. എനിക്കാണെങ്കിൽ തുടങ്ങാൻ താല്പര്യമേ ഇല്ലായിരുന്നു. ഞാനന്നിങ്ങനെ ആലോചിക്കും, ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഉള്ളപ്പോൾ എന്തിനാണ് ഈ ഒരു യൂട്യൂബ്? അതിലെന്തിടാനാ? അതിൽ വീഡിയോസൊക്കെ ഇല്ലേ, എന്തിടാനാ? നിങ്ങളൊക്കെ വീഡിയോസ് ഇട്, ഞാൻ പിള്ളേരോട് നിങ്ങളൊക്കെ ഇട്, നിങ്ങളുടെ വീഡിയോസിലൊക്കെ ഞാൻ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ എന്തിനാ ഇടുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഐ യൂസ് ടു തിങ്ക്, യുനോ. സോ കിച്ചു ആണ് പറഞ്ഞുകൊണ്ട്, നീ എന്തെങ്കിലും തുടങ്ങും, നീ സ്റ്റാർട്ട് ചെയ്യേ, നീ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യട്ടെ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് സംസാരിക്കാനില്ലേ, അല്ലെങ്കിൽ നിന്റെ എന്തെങ്കിലുമൊക്കെ അതുപോലെ പേഴ്സണലായിട്ട് കുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ലൈഫിലെ കാര്യങ്ങളോ ഒക്കെ ഇട്, ഇറ്റ് ബി ഗുഡ്. എന്തെങ്കിലും ഒരു വരുമാനം ആകുമല്ലോ. അപ്പം ഇതിലൊരു മോണിറ്റൈസേഷൻ, പൈസ കിട്ടുന്ന കാര്യം, അതൊന്നും വളരെ സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ആരും കണ്ടിരുന്നില്ല. അതൊക്കെ ഇങ്ങനെ നമ്മളിൽ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പതുക്കെ സംഭവിച്ചതാണ്. അപ്പം അമ്മു ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പം അതിൽ ഓക്കെ ആവുന്ന കണ്ടിരുന്നിട്ട് ഓസി സ്റ്റാർട്ട് ചെയ്യുന്നു, വിഷാനി സ്റ്റാർട്ട് ചെയ്യുന്നു, കിച്ചു സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അൻസു സ്റ്റാർട്ട് ചെയ്യുന്നു, ലാസ്റ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ ഓക്കെ മതി. സിന്ധു കൃഷ്ണ ഇത് പറഞ്ഞു പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്റ്റാർട്ട് ചെയ്തു, അവർക്കും ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. അവർക്ക് ഏണിങ്സ് കിട്ടി. ആ ഏണിങ്സ് അവരതുവരെ അവരുടെ അച്ഛനെയും അമ്മയും നോക്കിയിരുന്നത് മക്കൾ കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചോ, അല്ലെങ്കിൽ ഇപ്പം കൃഷ്ണകുമാർ അദ്ദേഹം കൊടുക്കുന്നത് അതൊക്കെ വെച്ചിട്ടായിരുന്നു അവർ അച്ഛനെയും അമ്മയും നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്കായിട്ട് പ്രത്യേകിച്ച് വേറെ എന്തോ ഒരു ചെറിയ ബിസിനസ് എന്തോ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് കിട്ടുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചാനൽ വന്നതിന് ശേഷം അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് വരാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ഗംഭീരമായിട്ട് അച്ഛനെ അമ്മയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അഹാനയാണെങ്കിലും ഒക്കെ ഇവരെ പുറത്ത് ട്രിപ്പൊക്കെ കൊണ്ടുപോകുന്നത്, അതുവഴി അവരും കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ല എന്നല്ല, പോകുന്നതെല്ലാം നാട്ടുകാരെ കാണിക്കുന്നുണ്ടായിരുന്നു, അതിനകത്തുനിന്ന് കാശും ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്. ഇവർ കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ സിന്ധു കൃഷ്ണ ചേച്ചി പറയാൻ. നിർത്തിക്കും ഈ സംസാരിക്കണ്ട ഇനി ഇത്. നിങ്ങൾ ആ ഒരു വേറൊരു വ്യക്തിയോട് തന്നെ അങ്ങനെ ഒരു സാധനം പറയേണ്ട ആവശ്യമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം പ്രശ്നമായിരുന്നു അവിടെ നിങ്ങളുടെ അച്ഛൻ ഒക്കെ നേരിട്ട് കൊണ്ടിരുന്നതെന്ന്. എന്താണെങ്കിലും ആ മനുഷ്യൻ പോയി. ഇനി ആ ഒരു ടോപ്പിക് എടുക്കാതിരിക്കുക. ഇവരുടെ ഈ ഒരു സൈഡും കൂടെ കേൾക്കണമെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഇവരെ നമുക്ക് വിമർശനം മാത്രമല്ല, അവരെ ക്രൂശിക്കുക മാത്രമല്ലല്ലോ, അതിനകത്തൊന്ന് വേറൊരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതും പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാനാണെങ്കിൽ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെണ്ണ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ വീണ്ടും പറയുന്നു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്രായം. അസുഖം അതിൻ്റെ ആണെന്ന് എനിക്ക് ഇവർ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വോട്ടവോ. സോ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.